എന്നെ പീഡിപ്പിച്ച വ്യക്തിക്ക് 2018 35 വയസ്സ് പ്രായം, യുവ നടൻ, 2 കുട്ടികളുടെ അച്ഛൻ, കോമഡിയനായിട്ട് അഭിനയിക്കാറുണ്ട്. നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ആരാ? പറ കേക്കട്ടെ. ആരാ പറ. ആദ്യം ഉത്തരം പറയുന്നവന് സമ്മാനം. ഇതാണ് സത്യത്തിൽ ഇപ്പൊ ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുത്തി പറയണേ, എന്നെ പീഡിപ്പിച്ചവൻ, എന്റെ സമ്മതമില്ലാതെ എന്റെ പുറകിൽ കയറി പിടിച്ചവൻ, അന്ന് അവന് 35 വയസ്സ്, 2 കുട്ടികളുടെ പിതാവ്, ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹം ഭർത്താവിനോട്, ചാരിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ്, ഹാസ്യ നടനും കൂടിയാണ്. ആരായിരിക്കും? നിങ്ങൾ പറ. ഈ ഒരു ലെവലാണെന്ന് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പീഡിപ്പിച്ചവനെ പിന്നെ കയറി പിടിച്ചവനൊക്കെ ഈ കടങ്കഥ പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയിക്കേണ്ടത്? അല്ല, നിങ്ങളുടെ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തലാണോ ഞങ്ങളുടെ പണി? എന്താ നിന്റെ നാവ് കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ നിനക്ക് അയാളെ പേര് പറയാൻ പറ്റൂലേ? പിന്നെ നീ എന്തിനാണ് ഈ ചാനലിൽ വന്നിട്ട് കടങ്കഥ പറഞ്ഞിരിക്കുന്നത്? നിന്റെ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തലല്ല ഞങ്ങളുടെ പണി. നിന്നെ ആരെങ്കിലും പിന്നൊന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് അങ്ങോട്ട് മര്യാദയ്ക്ക് പറ. ഇതെന്താ, ഞങ്ങൾക്കൊന്നൊരു പണിയില്ലാത്തവരാണോ? അതിനിടെ കൂടെ കുറെ ആളുകള് വെളുപ്പിക്കാൻ നടക്കണം നടന്മാരെ. സിദ്ദിഖ് ഖാനെയും പിന്നെ റിയാസ് ഖാനെയും ഇടവാള ബാബുവിനി, ഈ പറയുന്ന പോലെ വേറെ ഏതൊക്കെ 1-2 പേരും കൂടി ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ എന്താ പറയാ വെളുപ്പിക്കാൻ നടക്കുക. രഞ്ജിത്തിന് പിന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടല്ലേ അവന്മാര് വെടിവെക്കാൻ പോണത്. നിങ്ങളുടെ ആരാധകന്മാരോട് സമ്മതം അതായത് ഏട്ടോ ഞാനൊന്നും ഇങ്ങനെ പോകണ്ടിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവര് പോണത്. നിങ്ങളൊക്കെ വെളുപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയടോ അവരെ കുറിച്ച്? നിങ്ങൾക്ക് എന്തെങ്കിലും അവരെ കുറിച്ച് അറിയോ? അവരുടെ ജീവിതത്തിലെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ആ സിനിമയെ കാണുന്ന അവസാനത്തിലേ നിങ്ങൾക്ക് അറിയുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്തിനാ വെളുപ്പിക്കാൻ നടക്കണേ? അല്ല, അറിയാട്ട് ചോദിക്കുക, എന്തിനാ വെളുപ്പിക്കാൻ നടക്കണേ? നാണല്ലാത്തമാരെ. ഇവന്മാരെന്താ സിനിമയിൽ അഭിനയിച്ച് നിന്റെ കുടുംബത്തിലോട്ട് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവളുമാര് കൊണ്ടുവന്നിട്ടുണ്ട? നമ്മളിപ്പോഴും വേണം ഇതാണ്. എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് പറയാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വന്നാൽ മതി. അല്ലാതെ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുന്നവരെയും ഈ പറയുന്ന പ്രമുഖർ എന്ന് പറയുന്നവരെയും അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവരെ യാഥാർത്ഥ്യത്തോടു കൂടി അവരെ പറയട്ടെ, പേരങ്ങോട് പറയട്ടെ. ഇന്ന ആൾ ഇന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു, എനിക്കന്ന് പറയാൻ പറ്റിയില്ല, എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അന്ന് എന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും എന്നുള്ള പേടിയുണ്ടായിരുന്നു, ഇന്നെനിക്ക് നിയമം സപ്പോർട്ട് തന്നു എന്ന് തോന്നിയപ്പോ ഞാൻ തുറന്നു പറയുന്നു, ഇന്ന ആള് എന്നെ പീഡിപ്പിച്ചു. എന്താ പറഞ്ഞേന്? ഇത്രയും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാമെങ്കിൽ, അല്ലെങ്കിൽ കടങ്കഥയെ കൂടെ ഉത്തരം കണ്ടെത്താൻ പറയുന്നതിന് പകരം ഇന്ന ആള് ഡയറക്റ്റ് ജയസൂര്യ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വേറൊരാള് പൃഥ്വിരാജ് എന്നെ പീഡിപ്പിച്ചു. എന്താ അവിടെ തുറന്നു പറഞ്ഞ? അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ചെയ്യാത്തങ്ങൾ പറയണ്ട. ചെയ്യാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വാങ്ങും ചെയ്യും. നമ്മളാരും സപ്പോർട്ട് ചെയ്യില്ല കേട്ടാ. കുറെ ഊളകളുണ്ടാവും ഈ പറഞ്ഞ പോലെ, അവര് സപ്പോർട്ട് ചെയ്യായിരിക്കും. കാരണം ഇവന്റെ ഒക്കെ കുടുംബത്തിൽ കഞ്ഞി വാങ്ങി കൊടുക്കുന്നവന്മാരല്ലേ, അവിടെ സപ്പോർട്ട് ചെയ്യായിരിക്കും. നമുക്കതിന് താല്പര്യമില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യൂല. ഒരു നായികനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരു നടനെയും സപ്പോർട്ട് ചെയ്യില്ല. നിന്നെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറയണം, അല്ലെങ്കിൽ ഞങ്ങളല്ല തുറന്നു പറയേണ്ടത്. എന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് ഓരോരുത്തർ പറയണേ, എന്നെ പീഡിപ്പിച്ച ആൾക്ക് അന്ന് 35 വയസ്സ്, 2 കുട്ടികളുടെ അച്ഛൻ, കോമഡിയൊക്കെ ചെയ്യാറുണ്ട്, ചാറ്റിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. എന്നിട്ട് ഇവളെ പീഡിപ്പിച്ചവനെ നമ്മൾ കണ്ടെത്തണം. ഇന്ന ആളാണ് പീഡിപ്പിച്ചതെന്നും പറഞ്ഞിട്ട്